21 കർദിനാൾമാരുടെയും പേര് വിളിച്ച് മാർപ്പാപ്പ കർദിനാൾ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. ഇപ്പോൾ സഭയോടുള്ള വിശ്വാസവും കൂറും പ്രഖ്യാപിക്കുന്ന സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയ ശേഷം കർദിനാളുമാരെ ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത്. ഏറെ അഭിമാനത്തോടെ നമ്മൾ കാത്തിരുന്ന അതേ നിമിഷം, ആ ചരിത്ര നിമിഷം. കൽദായ സഭയുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിസ്ബീസ് എന്ന് പറഞ്ഞ രൂപതയുടെ ആസ്ഥാന രൂപതയായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് അദ്ദേഹം കർദിനാളാകുന്നത്. അദ്ദേഹം സ്വീകരിക്കുന്ന തലയിലെ തൊപ്പി വ്യത്യസ്തതയുള്ളതാണെന്ന് നമുക്ക് കാണാം. അത് കൽദായ പാരമ്പര്യത്തിലുള്ള തൊപ്പിയാണ്. നമ്മൾ മാർപ്പാപ്പ പ്രത്യേകം അദ്ദേഹത്തിനുള്ള സ്നേഹപ്രകടനങ്ങൾ കാണുകയാണ്. അദ്ദേഹമാണ് നമുക്കറിയാവുന്നതുപോലെ പാപ്പയുടെ എല്ലാ അന്താരാഷ്ട്ര യാത്രകളും കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് പോലെ മാർപ്പാപ്പയ്ക്ക് പോലും സംശയമുളവാക്കുന്ന രീതിയിൽ കൽദായ തൊപ്പി സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ്. മറ്റുള്ള മറ്റുള്ള കർദിനാൾമാർക്ക് നൽകിയ തൊപ്പി അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴേ കാണാൻ കഴിഞ്ഞത് കൽദായ പാരമ്പര്യത്തിലുള്ള തൊപ്പി തലയിലുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു മാർപ്പാപ്പയെ. ഓരോ തൊപ്പികൾക്കും അതിന് പിന്നിൽ ഓരോ കഥകളുണ്ടല്ലേ? സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന മുഹൂർത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അധികം പേര് ഈ സ്ഥാനിക ചിഹ്നങ്ങൾ ഏറ്റെടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനെ തുടർന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടാകും, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതിനെ തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ അമ്മയെ വണങ്ങിക്കൊണ്ടുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, സാൽവേ റെജീന എന്ന് പറയുന്ന ലത്തീൻ ഗാനം. അത് ആലപിച്ചാണ് സാധാരണ ഈ ചടങ്ങുകൾ അവസാനിക്കാറ്. നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. അതിനു മുൻപ് ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് അദ്ദേഹം ധരിച്ച ആ തൊപ്പിയുടെ പ്രത്യേകത എന്താണ്? ആ തൊപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൽദായ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു തൊപ്പിയാണ് അദ്ദേഹം ധരിച്ചത്. കൽദായ പാരമ്പര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അടിവേരുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് പേർഷ്യൻ, കൽദായ, ബാബിലോണിയ എന്ന് പറയുന്ന പഴയ പാരമ്പര്യ സ്ഥലങ്ങളിലേക്കാണ്. കൽദായ പാരമ്പര്യം അനുസരിച്ചുള്ള തൊപ്പിയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പരസ്പരം അഭിനന്ദിക്കുകയും സ്നേഹ ചുംബനം കൈമാറുകയും ചെയ്യുമ്പോഴേക്കും പിതാവ് അടുത്തത് ഈ ചടങ്ങിൽ ഇപ്പോൾ പാടുന്ന ഈ സ്നേഹ ചുംബനങ്ങൾ കൈമാറിയതിന് ശേഷം യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മാതാവിനെ വണങ്ങിക്കൊണ്ട് ഒരു സാൽവേ റെജീന എന്ന് പറഞ്ഞൊരു ഗാനമുണ്ടാവും. അതോടുകൂടി ചടങ്ങുകൾ സമാപിക്കുകയാണ്.